ഭഗവാൻ ശിവന്റെ കഴുത്തിൽ സദാ ചുറ്റിവരിഞ്ഞു കിടക്കുന്ന വാസുകി എന്ന നാഗത്തെക്കുറിച്ച് മനസ്സിലാക്കാം. വാസുകി കശ്യപമുനിയുടെയും സർപ്പമാതാവായ കദ്രുവിന്റെയും പുത്രനാണ്. ആദിശേഷനും മാനസാദേവിയും വാസുകിയുടെ സഹോദരങ്ങളിൽ ഉൾപ്പെടുന്നവരാണ്. വാസുകിയുടെ സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും ഫലമായാണ് വാസുകിക്ക് ഭഗവാൻ ശിവന്റെ കഴുത്തിൽ സദാ തുടരാനുള്ള വരം ലഭിച്ചത്. നാഗരാജാവായിരുന്ന വാസുകി നാഗലോകത്തിൽ സുഖമായി വാഴുമ്പോഴാണ് ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം ആരംഭിച്ചതും അത് പാലാഴി മഥനത്തിലേക്ക് കടന്നതും. പാലാഴി മഥനത്തിൽ അമൃത് കടഞ്ഞെടുക്കാനായി മന്ദാര പർവ്വതത്തെ കടക്കോലാക്കാൻ തീരുമാനിച്ചു. മഹാവിഷ്ണു കൂർമാവതാരം എടുത്ത് മന്ദാര പർവ്വതത്തിനടിയിൽ സ്ഥാനമുറപ്പിച്ചു. മന്ദാര പർവ്വതത്തെ ചുറ്റിവരിഞ്ഞ് മഥനം നടത്തുന്നത് എങ്ങനെ എന്നുള്ള ചിന്ത നയിച്ചത് വാസുകിയിലേക്കാണ്. വാസുകി സമുദ്രമഥനത്തിന് സഹായിക്കാമെന്നേറ്റു. വാസുകി സ്വന്തം ശരീരം ഒരു കയറ് പോലെ മന്ദാര പർവ്വതത്തിൽ ചുറ്റിവരിഞ്ഞു. വാസുകിയുടെ തലഭാഗം അസുരന്മാരും വാൽഭാഗം ദേവന്മാരും പിടിച്ചുവലിച്ച് മഥനം ആരംഭിച്ചു. മഥനം തുടരവേ സമുദ്രത്തിൽ നിന്നും പല അമൂല്യ വസ്തുക്കളും പുറത്തേക്ക് വന്നു. എന്നാൽ വാസുകി അതൊന്നും ശ്രദ്ധിച്ചില്ല. രണ്ടു ഭാഗത്തു നിന്നുമുള്ള ശക്തമായ പിടിയിൽ മന്ദാര പർവ്വതത്തിൽ ഉലഞ്ഞ് വാസുകിയുടെ ശരീരം മുഴുവൻ കീറി മുറിഞ്ഞു. എങ്കിലും വാസുകി ഒരു പരാതിയും പറഞ്ഞില്ല. ഒടുവിൽ വേദന താങ്ങാനാകാതെ വാസുകിയിൽ നിന്നും കാളകൂട വിഷം പുറത്തേക്ക് വന്നു. അതിശക്തമായ കാളകൂട വിഷം സർവ്വചരാചരങ്ങളും നശിപ്പിക്കുമെന്ന ഘട്ടത്തിൽ ത്യാഗികളിൽ രാജാവായ മഹാദേവൻ സ്വയം വിഷം പാനം ചെയ്തു. പാർവതീദേവി വിഷം ഭഗവാന്റെ തൊണ്ടയിൽ തടഞ്ഞു നിർത്തി ഭഗവാൻ നീലകണ്ഠനായി. വാസുകി ഉൾപ്പെടെ സമുദ്രത്തിൽ ഉണ്ടായിരുന്ന മറ്റു നാഗങ്ങളും വിഷം പാനം ചെയ്തതായി പറയുന്നു. മഹാദേവന്റെ ത്യാഗമനോഭാവം വാസുകിയെ ഭഗവാനിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള വാസുകിയുടെ ത്യാഗത്തിൽ പ്രസന്നനായ ഭഗവാൻ വാസുകിയോട് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. അങ്ങയോടൊപ്പം സദാ തുടരാൻ അനുവദിക്കണമെന്ന് വാസുകി ഭഗവാനോട് അപേക്ഷിച്ചു. വാസുകിയുടെ ഭക്തിയിലും സഹനത്തിലും പ്രസന്നനായ ഭഗവാൻ വാസുകിയെ സ്വന്തം കഴുത്തിലണിഞ്ഞു. എന്നാൽ വാസുകി ഭഗവാന് ആഭരണമോ സഹചാരിയോ മാത്രമല്ല, മറിച്ച് നിർഭയത്വത്തിന്റെയും പരിവർത്തനത്തിന്റെയും ദിവ്യശക്തിയുടെയും പ്രതീകമാണ്. 3 ചുറ്റുകളായി ഭഗവാന്റെ കഴുത്തിൽ കാണുന്ന വാസുകി ഭാവി, ഭൂതം, വർത്തമാനം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഇത് കാലചക്രത്തെ നിയന്ത്രിക്കുന്ന ഭഗവാൻ കാലത്തിന് അതീതനാണെന്ന് മനസ്സിലാക്കി തരുന്നു. യോഗ താന്ത്രിക പാരമ്പര്യങ്ങളിൽ നാഗം എന്നത് കുണ്ടലിനി ശക്തിയെ സൂചിപ്പിക്കുന്നതാണ്. നട്ടലിന്റെ അടിഭാഗത്ത് മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മീയ ഊർജമാണ് കുണ്ടലിനി ശക്തി. കുണ്ടലിനി ശക്തി ഉണരുമ്പോൾ അത് മറ്റ് ചക്രങ്ങളിലൂടെ സഞ്ചരിച്ച് സഹസ്രാര ചക്രത്തിലെത്തുന്നു. വാസുകിയെ കഴുത്തിൽ അണിയുന്നതിലൂടെ ഭഗവാന് കുണ്ടലിനി ശക്തി ഉണർന്നിരിക്കുന്നതായും അർത്ഥമാക്കുന്നു. വാസുകി ഉണർന്നിരിക്കുന്ന ഊർജത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നർത്ഥം.